ഇത് ലെൻസ് ആണോ? ഏതാ? കണ്ണ് ആ അല്ല കുടുംബചിത്രമാണോ? അല്ല അങ്ങനെ ഒരു അല്ല കുടുംബചിത്രമാണോ? കുടുംബമായിട്ട് കാണാൻ പറ്റും സാറേ. അതൊരു തീരുമാനം. എന്റെ കലാലയ ജീവിതം നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ കുറെയൊക്കെ നഷ്ടപ്പെടും. അതൊരു യൂണിവേഴ്സ് അങ്ങനെയാണല്ലോ. ഞാൻ പ്രൊഫഷണലി സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ്. ഞാൻ മൂവിയിൽ വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത് തന്നെയാണ് സഞ്ജു എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങോട്ട് എന്തെങ്കിലും ഉപദേശം കൊടുക്കാറുണ്ടോ? ഞാൻ ആക്ച്വലി എപ്പോഴും എന്റെ കൂടെ വരാൻ പറയാറുണ്ട്. ഹായ് ഹലോ നമസ്കാരം. ഇന്നെൻ്റെ കൂടെ കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി അതിലെ നായകൻ സുമിത്തും നായിക നീമ മാത്യു ആണുള്ളത്. രണ്ടുപേർക്കും സ്വാഗതം. താങ്ക് യു. സുമിത്തിന്റെ സ്ഥലം എവിടെയാണ്? എന്റെ കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ. നീമയുടെ എന്റെ കോട്ടയം. അല്ലല്ല കോട്ടയം. ഞാൻ കോട്ടയംകാരിയാണ്. നമ്മുടെ എന്തോ? ഞങ്ങൾ ആലപ്പുഴ. ആലപ്പുഴ. ഇങ്ങനത്തെ ക്യാരക്ടറാണ് ഇതിൽ ചെയ്യുന്നത് നീമ? ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത് സുമിത്തേട്ടന്റെ പേരായിട്ടാണ്. അപ്പോ നല്ല മൂവിയാണ്, നല്ല രസമുണ്ടായിരുന്നു സുമിത്തേട്ടന്റെ കൂടെ വർക്ക് ചെയ്തപ്പോ. നിങ്ങൾക്ക് നേരത്തെ അറിയാലേ? എങ്ങനെയാണ് ഇതിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടത്? ഒന്നാമത്തെ സുമിത്തേട്ടൻ ഫ്രണ്ടാണ്. പിന്നെ ഫൈസൽ സാർ നമ്മളെ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു മൂവി കാസ്റ്റിംഗ് ഉണ്ട്. അപ്പോ ഞാൻ ചോദിച്ചപ്പോഴും സുമിത്തേട്ടനാണേലും എന്നെ അറിയാം, എനിക്കാണ് സുമിത്തേട്ടനെ അറിയാം. അതുകൊണ്ട് കംഫർട്ടബിൾ ആയി. സുമിത്ത് ഇതിലോട്ട് എങ്ങനെയാ വന്നത്? എന്നെ ഫൈസൽ സാർ ഇതുപോലെ വിളിക്കാറുണ്ട്. ഞങ്ങൾ മീറ്റ് ചെയ്തു, കണ്ടു, സംസാരിച്ചു, ഇഷ്ടപ്പെട്ടു, ചെയ്തു. കണ്ടു, സംസാരിച്ച് ഇഷ്ടപ്പെട്ട് ചെയ്തു. ഇത് എത്രാമത്തെ മൂവിയാണ്? ഇത് എൻ്റെ ഇപ്പോൾ ഒരു കുറച്ച് മൂവീസ് ചെയ്തിട്ടുണ്ട്. അത് ഡബിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇറങ്ങിയത് ഇപ്പോൾ 2 പടം മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത്. അഖിൽ മാരാർ സാറിൻ്റെ താത്വികാവലോകനം, റാണി ചിത്ര മാർത്താണ്ഡ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നു, കട്ടപ്പാടത്തെ മാന്ത്രികൻ ഇറങ്ങാൻ പോകുന്നു 30. നീമയുടെ ഇത് എത്രാമത്തെ മൂവിയാ? രണ്ടാമത്തെ മൂവിയാണ്. ഫസ്റ്റ് പടം ഗുമസ്തനായിരുന്നു. അതെ അതെ. അതിന് വേണ്ട വിധത്തിൽ പ്രൊമോഷൻ കിട്ടിയില്ല എന്ന് തോന്നിയിട്ടുണ്ടാവും? ഇല്ല, നല്ല എനിക്ക് ഫസ്റ്റ് ഡേയില് പൂജയ്ക്ക് തന്നെ ഒരു 101 സ്റ്റോറീസ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് എനിക്ക് അവിടെ സെറ്റിൽ നിന്നപ്പോഴാണ് എനിക്ക് ഈ മൂവിയിലോട്ടൊരു കോൾ വന്നത്, ഈ രണ്ടാമത്തെ പടത്തിന്റെ. എങ്ങനെ പാഷൻ ആയിരുന്നോ മൂവിയിലോട്ട് വരിക? എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മൂവി ചെയ്യണമെന്ന്. ആദ്യമൊക്കെ ഷോർട്ട് ഫിലിമും ആൽബവും ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ മൂവിയിലോട്ട് വരാന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ ആഗ്രഹമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെയ്യാൻ. സുമിത്തിനാണെങ്കിലും ആക്ടിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. റീൽസ് ഒക്കെ ചെയ്യുന്ന, ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആളല്ലേ. അപ്പം എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നോ സിനിമയിലോട്ട് വരുമ്പോ? അതേ ഉണ്ടായുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും ടെൻഷൻ ഉണ്ടായിരുന്നു. നന്നാക്കണം, നന്നാവണം, സ്ക്രിപ്റ്റ് പഠിക്കണം, ചെയ്യണം, അതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഒരു നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കുന്ന രീതിയിലുള്ള ടെൻഷനല്ല, എങ്ങനെ നമുക്കിത് നന്നാക്കാം, നന്നായിട്ട് ചെയ്യാം എന്നുള്ളൊരു ടെൻഷൻ. സ്ക്രിപ്റ്റ് കേട്ടിട്ടാണോ സെലക്ട് ചെയ്യുന്ന സിനിമ? ഞാൻ പേര് ശ്രീജയ. നമുക്ക് വരുന്നത് തന്നെ വലിയ ഭാഗ്യം. സെലക്ട് ചെയ്യാൻ മാത്രം ഇത് എന്തോ ഇപ്പതേ വന്നു. നമുക്ക് എന്നെ കണ്ടിട്ട് എങ്ങനെ ചോദിക്കാൻ തോന്നി? സ്ക്രിപ്റ്റ് കേൾക്കുമെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് ചോദിച്ചാ. സ്ക്രിപ്റ്റ് അല്ല, അത് അന്ന് സാറ് വന്നു പറഞ്ഞു എന്ന് മാത്രമാണ്. നമുക്ക് ഏത് റോളായാലും അഭിനയിക്കുക എന്നുള്ളതാണ്. സ്ക്രിപ്റ്റ് വിളിച്ചാൽ ഞാൻ ഓടി വരാം. നീമയ്ക്കാണെങ്കിലും എങ്ങനെയായിരുന്നു? സപ്പോർട്ട് ഉണ്ടായിരുന്നോ ഫാമിലിയിൽ നിന്നൊക്കെ? ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് തിയേറ്ററിൽ നമുക്ക് പോയിരുന്ന് കാണാൻ പറ്റുക എന്നുള്ളത്. ഇപ്പോൾ അമ്മ ഡാൻസറാണ്. അപ്പോൾ ഡാൻസിങ് ആണ് ഞാനും ഫോളോ ചെയ്തിട്ടുള്ളത്. അറിയില്ലായിരുന്നോ? പുള്ളിയുടെ അമ്മ ഡാൻസറാണെന്ന് ഇല്ല. അപ്പോ ആളുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഡാൻസർ ആവണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ നമ്മൾ ആ ഒരു ഡാൻസിങ് ചെയ്ത് നമ്മൾ ആ ഒരു ഇൻഫ്ലുവൻസിങ് ലെവലായപ്പോ നമുക്ക് മൂവിയിലോട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടുക വലിയൊരു ഭാഗ്യമാണത്. അപ്പൊ അത് അമ്മയ്ക്ക് സന്തോഷമാക്കാത്രേ ഉള്ളൂ. ഈ കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് തോന്നും ഒരു ഹൊറർ മൂവിയാണോ അതോ ത്രില്ലർ മൂവിയാണോ, അങ്ങനെയുള്ള ടൈപ്പ് മൂവിയാണോ? അത് സുമിത്തേട്ടൻ പറയും. അത് സർപ്രൈസാണ്. സർപ്രൈസ് അറിയില്ല. കുടുംബചിത്രമാണോ? അങ്ങനെ കുടുംബചിത്രമാണോ? കുടുംബമായിട്ട് കാണാൻ പറ്റും.
സാറേ അല്ല കൊച്ചു കുട്ടികൾക്കെല്ലാം കാണാൻ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചുമ്മാ പറഞ്ഞ. പിന്നെ തീർച്ചയായിട്ടും ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു ഫാമിലി, നാട്ടിൻപുറത്തിന്റെ ഒരു കഥയാണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്നു, കുഞ്ഞു പിള്ളേർക്കും എല്ലാ ജോണറും കാണാം. എല്ലാ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ ആ കോമ്പിനേഷൻ ഒക്കെ? നന്നായിരിക്കും. ലൊക്കേഷൻ ഒക്കെ എവിടെ വെച്ചായിരുന്നു ഇതിന്റെ? പാലക്കാട് ഉണ്ടായിരുന്നു, കോഴിക്കോട് ഉണ്ടായിരുന്നു. ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണല്ലോ ഷുക്കൂർ വക്കീൽ, അതുപോലെ തന്നെ വിനോദ് കോവൂർ സാറൊക്കെയാണ്. അവരായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ? ശിവജി ഗുരുവായൂർ സാർ, അവരായിട്ടുള്ള ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, ഇതെല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് പഠിക്കാനുണ്ടല്ലോ അവരെ നിൽക്കുക. അവരെങ്ങനെ ഒരു ക്യാരക്ടർ, ഒരു ഡയലോഗ് കിട്ടുന്നു, അതിനെ ഡയറക്ടർ എന്ത് ചെയ്യാൻ പറയുന്നു, ഇത് രണ്ടും കണ്ടിട്ട് അവരുടേതായ എങ്ങനെ ഇൻപുട്സ്, എങ്ങനെ ഇതിലേക്ക് ആ ക്യാരക്ടറിന് വിട്ടു പോവാതെ എങ്ങനെ അത് കറക്റ്റ് താളത്തോടു കൂടി അത് പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടിരിക്കുക. ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം എനിക്ക് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്താണ്. അപ്പോഴാണ് നമുക്ക് അവരെ എൻജോയ് ചെയ്യാനും പഠിക്കാനും പറ്റും. നമ്മുടെ ലൊക്കേഷനിൽ നമുക്ക് കൺസേൺ ആയിരിക്കും, അയ്യോ എൻ്റെ ഡയലോഗ് എങ്ങനെയായിരിക്കും, എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നൊക്കെ കൺസേൺ വരും. ഇത് അല്ലാത്തത് ഇങ്ങനെ നോക്കിയിരിക്കും അവർ. ഇപ്പോൾ ഇന്നത് ഇങ്ങോട്ട് വാ എന്നുള്ള സാധനം അവരെ എങ്ങനെ അടിപൊളിയാക്കും. രസമാണ്, വലിയ അനുഗ്രഹം അവരെ പോലുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ. വിനോദ് കോവൂർ സാറാണ് എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഫുൾ ടൈം കൂടുതലും വിനോദ് സാറായിട്ടാണ്, വിനോദേട്ടനായിട്ടാണ് കൂടുതലും. എങ്ങനെയായിരുന്നു സെറ്റിൽ? അടിപൊളിയില്ലേ, അദ്ദേഹം അടിപൊളി. ഒരുപാട് പാട്ടൊക്കെ പാടും. ഇനി ഇന്റർവ്യൂവിൽ വരുമ്പോൾ പാട്ടൊക്കെ പഠിപ്പിച്ചോ. നിങ്ങൾ പാട്ട് പാടുമോ? ഡാൻസ് കളിക്കും. അത് മറ്റേ പടത്തിലുണ്ട്. അതോടുകൂടി അതൊരു തീരുമാനം, എന്റെ കലാലയ ജീവിതം. നല്ല രസമായിരുന്നു ഡാൻസിന്റെ ആ ഒരു സെറ്റും ആ ഒരു ടൈമിങ് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് മൂവി ഗുമസ്തനാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിലോട്ട് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഫസ്റ്റ് മൂവിയിലേക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസൊക്കെ ഇട്ട് അതിൽ നിന്നാണ് എനിക്ക് ആദ്യമായിട്ട് വർക്ക് കിട്ടുന്നത്. സജീർ കോപ്പം സാറിൻ്റെ കൂടെ ഒരു ആൽബത്തിൽ അഭിനയിക്കാനായിട്ട്, അതും ഹീറോയിനായിട്ട് തന്നെയായിരുന്നു ഫസ്റ്റ്. അപ്പോൾ ആ ഒരു ആൽബത്തിൽ നിന്ന് ഞാൻ കുറച്ച് വെബ് സീരീസ്, ഷോർട്ട് ഫിലിമോ, അങ്ങനെ അത് തന്നെ ആയിരുന്നു, വേറെ ഒന്നിലും പോയില്ല. വെബ് സീരീസ്, ഷോർട്ട് ഫിലിം തന്നെ ഇങ്ങനെ ഫോളോ ചെയ്തു. അതിൽ എൻ്റെ ഒരു ക്യാരക്ടർ കണ്ട് എനിക്ക് ഗുമസ്തനിൽ നിന്ന് ഒരു കോള് വന്നതാണ്. അതിൽ അവർക്കറിയണ്ടായിരുന്നില്ല ഇങ്ങനെ ഞാൻ ഇൻസ്റ്റയിലുണ്ട് എന്നൊക്കെ. അതിൽ നിന്ന് ആരോടൊക്കെയോ ചോദിച്ച് അവരെൻ്റെ കോണ്ടാക്ട് എടുത്തിട്ട് എന്നെ കോൾ ചെയ്ത് വിളിച്ചു. അതിനുശേഷമാണ് ഇതിൻ്റെ സ്റ്റോറി കേൾക്കുന്നതും ഓഡീഷനും കാര്യങ്ങളും എല്ലാം നടത്തുന്നത്. സോ ഫൈനലി ആണ് ഞാൻ അറിഞ്ഞത് അതിൽ ഹീറോയിനായിട്ടാണെന്ന്. ഒത്തിരി സന്തോഷം തോന്നിയത്. ആക്ച്വലി എന്താ ചെയ്യുന്നത്? ഞാൻ പ്രൊഫഷണലി സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ്, ഓഡിയോളജിസ്റ്റ് ആണ്. ആ ഒരു പ്രൊഫഷൻ മാറ്റി സൈഡിൽ വെച്ചിട്ടാണ് ഈ ഒരു പാഷനിലോട്ട് ഇറങ്ങിയത്. ഞാൻ വെൽഡറാണ്. വെൽഡിംഗ് വർക്ക്ഷോപ്പില്ലേ, ഗേറ്റ്, ഗ്രില്ല്, റൂഫിംഗ്, അങ്ങനെയാണ്. ഫാമിലിയിൽ ആർക്കും ഇഷ്ടം ഉണ്ടായിരുന്നോ ഇങ്ങനെ സിനിമയിലോട്ട് വരുന്നതൊക്കെ? ആർക്കും എതിർപ്പില്ലല്ലോ, എതിർപ്പില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള അങ്ങനെയൊന്നും കിട്ടത്തില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരും, ലൈഫിലെ പലതും നമുക്ക് നഷ്ടപ്പെടും. എപ്പോൾ വേണമെങ്കിലും പോവാം, ഒന്നും ശാശ്വതമാവില്ല. റിസ്ക്കാണ്, ഹൈ റിസ്ക് ഉള്ള സംഭവമാണ്. അപ്പോൾ ആർക്കും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഒരുപാട് പേര് ശ്രമിച്ചു. നമ്മുടെ പൊട്ടത്തലയിൽ അതൊന്നും കയറിയില്ല. ഇത് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ഇത് തന്നെയാണ്. തിരുത്താൻ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര, ഇതൊക്കെ ഒരാള് ആരും സഹായിക്കാനില്ലാതെ ഒരു സാധാരണക്കാരൻ ഇതിലേക്ക് എത്തിപ്പെടണമെന്ന് വിചാരിക്കുമ്പോൾ അവനുണ്ടാകുന്ന എല്ലാവർക്കും സെയിം തന്നെയാണ്. ഇതൊന്നും ഒരിക്കലും ഒരു പ്രശ്നങ്ങളൊന്നുമല്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ കുറേയൊക്കെ നഷ്ടപ്പെടും. അതൊരു യൂണിവേഴ്സ് അങ്ങനെയാണല്ലോ, അതായത് പ്രകൃതി നിയമമാണ്. എല്ലാം കൂടി നമുക്ക് അടപ്പെട്ടല്ലേ കിട്ടില്ലല്ലോ. അപ്പോൾ നഷ്ടപ്പെടും കുറേ കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും നഷ്ടപ്പെട്ടോ? നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല ഇപ്പോൾ നമ്മുടെ എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ പഠിച്ച ഇപ്പോൾ പോളിടെക്നിക്കിലൊക്കെ പോയി പഠിച്ചതല്ലേ വെൽഡിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്കിപ്പോൾ അത് ചെയ്യാൻ കാര്യങ്ങൾക്ക് വെൽഡിങ് വർക്ക്ഷോപ്പ്, അങ്ങനെ സാമ്പത്തികം, ജോലിയില്ല ഇതിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എത്ര മാസം ഉണ്ടായിരുന്നു ഷൂട്ടൊക്കെ? ഷൂട്ട് എനിക്കൊരു 25 ദിവസം. ഫുള്ള് പാലക്കാട് തന്നെ ആയിരുന്നു? അല്ല, പാലക്കാട്, കോഴിക്കോട്. എപ്പോഴും നമ്മൾ ഒരേ ടൈപ്പ് സിനിമകളാണോ കാണുന്നത്, കുടുംബചിത്രമാണേലും? അപ്പം എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും തോന്നിയോ ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ? എന്തെങ്കിലും വ്യത്യസ്തത തോന്നിയോ? ഈ ഞാൻ കട്ടപ്പാടത്തെ മാന്ത്രിക എന്നുള്ള ടൈറ്റിൽ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതെ, എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് എല്ലാരും ചോദിക്കണേ. അപ്പൊ അത് തന്നെയാണ് ഇത്
സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ അത്. നീമയുടെ വിശേഷം ചോദിക്കുകയാണെങ്കിൽ സഞ്ജുട്ടേക്ക് ആയിട്ട് ഭയങ്കര ചോദിക്കണോ? അല്ല, സഞ്ജു എന്തെങ്കിലും ഉപദേശം തന്നിരുന്നു സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ്? സഞ്ജു ഞാൻ മൂവിയിൽ വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത് തന്നെയാണ് സഞ്ജു എന്റെ കൂടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എപ്പോഴും ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കരമായിട്ടും കൂടെ സപ്പോർട്ട് ചെയ്ത്. അങ്ങോട്ട് എന്തെങ്കിലും ഉപദേശം കൊടുക്കാറുണ്ടോ? ഞാൻ ആക്ച്വലി എപ്പോഴും എന്റെ കൂടെ വരാൻ പറയാറുണ്ട്. അതിന് പ്രത്യേകിച്ച് ഉപദേശം കൊടുക്കണം അങ്ങനെയൊന്നുമില്ല. ആളുടെ രീതികളിൽ ഇങ്ങനെ ചെയ്യും. നമുക്ക് നല്ല സപ്പോർട്ടാണ്. എന്തായാലും ഒരിക്കലും ചെയ്യണ്ട വേണ്ട അങ്ങോട്ട് അങ്ങനെയൊന്നും പറയത്തില്ല. എപ്പോഴും ചെയ്തോളാനേ പറയത്തുള്ളൂ. മൂവിയെ കുറിച്ച് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന മൂവി ഈ വരുന്ന 30 ഓഗസ്റ്റിൽ തിയേറ്ററിൽ വരികയാണ്. അപ്പോൾ ഫാമിലി ഓറിയന്റഡ് മൂവിയാണ്. എല്ലാവർക്കും പോയി കാണാം, ഒരുപാട് ചിരിക്കാം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.